ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ്. രാവിലെ മുതൽ കണ്ടന്റുകളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. വീക്ക്ലി ടാസ്ക് ആരംഭിച്ചത് മാത്രമേ അറിയാവൂ, നശിപ്പിച്ചു തകർത്തുടച്ചു കളഞ്ഞു. എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്? സത്യം പറഞ്ഞാൽ വളരെ മനോഹരമായൊരു ടാസ്ക് ആണ് കേട്ടോ ഈ പ്രാവശ്യം ബിഗ് ബോസ് കൊണ്ടുവന്നത്. അത് അതിന്റെ രസത്തിൽ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രമാത്രം ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ടാസ്ക് ആയിരുന്നു. ആ വീട്ടിലുള്ള ആൾക്കാർക്കും അത് കണ്ടുകൊണ്ടിരിക്കുന്ന കാണികൾക്കും ആസ്വദിക്കാൻ തക്കവണ്ണം ധാരാളം കണ്ടന്റുകൾ വാരി വിതറുവാൻ പറ്റുന്ന മനോഹരമായൊരു ടാസ്ക്. പക്ഷേ കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറഞ്ഞതുപോലെ ഒരമണിക്കൂർ കൊണ്ട് സകലതും തച്ചുടച്ച് തകർത്ത് എല്ലാം തരിപ്പണമാക്കി കളഞ്ഞു. ഇത് ഒരു ബോട്ടിൽ ഫാക്ടറിയാണ്. ആ ബോട്ടിൽ ഫാക്ടറിയിൽ ബിഗ് ബോസ് കുറെ ബോട്ടിലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബോട്ടിലുകൾക്കുള്ളിൽ ജ്യൂസുകൾ നിറയ്ക്കണം. അപ്പോൾ ജ്യൂസിന്റെ 2 മുതലാളിമാരുണ്ട്. ഒരു മുതലാളി അനീഷാണ്, മറ്റൊരു മുതലാളി നെവിനാണ്. രണ്ടുപേരുടെയും കീഴിൽ പണിയെടുക്കുവാൻ വേണ്ടി കുറെ തൊഴിലാളികളുമുണ്ട്. ഈ തൊഴിലാളികളാണ് ബോട്ടിലുകൾ കളക്ട് ചെയ്യുകയും ആ ബോട്ടിൽ ക്ലീൻ ചെയ്യുകയും അതിന് ആവശ്യമുള്ള കണ്ടന്റുകൾ എത്തിച്ച് ഇത് ജ്യൂസ് ആക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ മുതലാളിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. മുതലാളി അവസാനത്തെ ഫൈനൽ ചെക്കപ്പിന് വേണ്ടി ഇതിന്റെ ക്വാളിറ്റി ചെക്കേഴ്സ് ആയിട്ടുള്ള 2 ആൾക്കാരുണ്ട്, അവരുടെ അരികിലേക്ക് വരികയാണ്. ക്വാളിറ്റി ചെക്ക് ചെയ്യാണ്ടിരിക്കുന്ന ആൾക്കാർ അപ്രൂവൽ കൊടുക്കണം. കാരണം ഈ പ്രോഡക്റ്റ് നിസ്സാരമായിട്ട് നമ്മുടെ ഫുട്പാത്തിൽ വിൽക്കേണ്ട പ്രോഡക്റ്റ് അല്ല, വഴിവെള്ളമല്ലെന്ന് സാരം. ഇത് വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ട ക്വാളിറ്റി പ്രോഡക്റ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് അത്രമാത്രം ക്വാളിറ്റി ഉണ്ടായിരിക്കണം. ആ ക്വാളിറ്റി ഉറപ്പാക്കിയെങ്കിൽ മാത്രമേ ഈ മുതലാളിമാരുടെ കമ്പനി പോലും നിലനിൽക്കുകയുള്ളൂ. അവർ ലോൺ എടുത്തിട്ടാണ് കമ്പനി തുടങ്ങിയിരിക്കുന്നത്. അവരുടെ കീഴിൽ ഒരു കൂട്ടം തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തുമ്പോൾ അത് റിജക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ മുതലാളിക്കും ആ കമ്പനിക്കും പിന്നെ ഇതുപോലൊരു പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റുമോ? ഇറക്കിയാൽ ആരെങ്കിലും അത് വാങ്ങിക്കുമോ? അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കടമ്പയാണ് ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്നത്. അങ്ങനെ ക്വാളിറ്റി ചെക്കിന് വേണ്ടി 2 ആൾക്കാരും വരികയാണ്. അനീഷുമുണ്ട്, നെവിനുമുണ്ട്. രണ്ടുപേരും അവരവരുടെ പ്രോഡക്റ്റുകൾ അത് കൊണ്ടുവന്ന് ക്വാളിറ്റി ചെക്കേഴ്സിന്റെ ഓഫീസിന്റെ വാതിക്കൽ എത്തിക്കുന്നു. ക്വാളിറ്റി ചെക്കർമാരായ ജിഷിനും അനുമോളും അതിന്റെ ചെക്കിംഗ് ആരംഭിക്കുകയാണ്. ഓരോരോ ബോട്ടിലുകൾ കയ്യിലെടുക്കുന്നു, അത് പരിശോധിക്കുന്നു. തുടക്കത്തിൽ തന്നെ അനുമോള് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. കാരണം ആ പ്രോഡക്റ്റുകൾ വിപണിയിൽ ഇറക്കുവാൻ തക്ക മൂല്യത്തിലല്ല അവരുടെ മുൻപിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അനീഷിന്റെ പ്രോഡക്റ്റ് ലെമൺ ജ്യൂസ് ആണ്, നെവിന്റേത് ഓറഞ്ച് ജ്യൂസുമാണ്. ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന് വെച്ചു. ഈ ബോട്ടിൽ എടുക്കുമ്പോൾ തന്നെ കയ്യിൽ ഒട്ടുകയാണ്. എന്ന് പറഞ്ഞാൽ ആ ജ്യൂസ് ബോട്ടിലിൽ ഫില്ല് ചെയ്തതിനു ശേഷം ജസ്റ്റ് വെള്ളത്തിലെങ്കിലും മുക്കി ആ പുറത്തെ വഴുവഴുപ്പൊന്ന് കളയാമായിരുന്നു. അതൊന്നും തന്നെ ചെയ്തിട്ടില്ല. പ്രോഡക്റ്റ് വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ടതാണ് കേട്ടോ. രണ്ടാമത് ആ കുപ്പിയിലേക്ക് ജസ്റ്റ് ഒന്ന് ഞെക്കിയപ്പോൾ തന്നെ മുകളിൽ കൂടി ചീറ്റാൻ തുടങ്ങി. അടപ്പൊന്നും കൃത്യമായിട്ട് അടച്ചിട്ടില്ല. ഓരോ കുപ്പിയും എടുത്ത് അനുമോള് തല കീഴായി പിടിക്കുമ്പോൾ ഒഴുകി പോവുകയാണ്. ഈ കലത്തിന്ന് കമത്തിയതുപോലെ ഒഴുകുകയാണ്. അതുകൂടാതെ വായി വെച്ച് നോക്കിയപ്പോൾ ഓറഞ്ച് ജ്യൂസിനൊക്കെ അസാധ്യ മധുരമാണ്, ഒരു തരത്തിൽ പറ്റില്ല. ലെമൺ ജ്യൂസിന് പുളിയുമുണ്ടെന്ന് പറയുന്നു. ഇത്രയും കംപ്ലൈന്റുകളുള്ള ഒരു പ്രോഡക്റ്റ് അതൊരിക്കലും ക്വാളിറ്റി ചെക്ക് പാസ്സായി കയറി വരില്ല എന്ന് അനുമോൾ കട്ടായം പറയുന്നു. 2 ആൾക്കാർക്കും ക്ലിയറൻസ് കൊടുക്കുവാൻ കഴിയില്ല. പക്ഷേ ജിഷിന്റെ നിലപാട് വീണ്ടും കുറച്ചുകൂടി നമുക്കൊന്ന് മയപ്പെടുത്താം. ഇത് തൊഴിലാളികളല്ലേ, അവരുടെ സംരംഭം പൂട്ടിപ്പോകരുതല്ലോ. അതുകൊണ്ട് നമുക്കിച്ചിരി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം. ഇങ്ങനെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാം എന്ന് പറയുന്നത് മാനുഷികതയാണ്, ഒരു വിധത്തിൽ നന്മമരം കളി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അങ്ങനെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും കസ്റ്റമർ വിയോജിപ്പ് പ്രകടിപ്പിക്കും. കാശ് മുടക്കി സാധനം വാങ്ങുന്നവൻ അവന്റെ മുതൽ മുടക്കിനനുസരിച്ചുള്ള മൂല്യം അവന് കിട്ടണം. ഇല്ല എന്നുണ്ടെങ്കിൽ ധാരാളം പ്രോഡക്റ്റുകൾ സമാനമായിട്ട് മാർക്കറ്റിലുണ്ട്. അപ്പോൾ ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്ന ആ കടമ്പ അത് കടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ക്വാളിറ്റിയോടുകൂടി തന്നെ വേണം 2 ആൾക്കാരും ഈ സാധനം കൊണ്ടുവരാൻ. പക്ഷേ ക്വാളിറ്റിയുടെ കാര്യത്തിൽ 2 കൂട്ടർക്കും കാര്യമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്കിലും ആ ടാസ്ക് കുഴപ്പമില്ലാതെ മുൻപോട്ട് കൊണ്ടുപോകാമായിരുന്നു. പക്ഷേ ക്വാളിറ്റി ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസർമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി. വിയോജിപ്പുണ്ടായി. ജിഷിന്റെ തീരുമാനത്തോട് ഒരു കാരണവശാലും അനുവിന് അംഗീകരിക്കുവാൻ പറ്റില്ല. ഇത്രയും മോശമായ ഒരു സാധനത്തെ എങ്ങനെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടാൻ പറ്റും? ഇതാണ് അനുമോളുടെ ചോദ്യം. ജിഷിൻ പറയുന്നത് കുഴപ്പമില്ല, നമുക്ക് ചിലതൊക്കെ അക്സെപ്റ്റ് ചെയ്യാം. ചിലതെന്നല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്. അതെ, 2 പേരും തമ്മിൽ വഴക്കുണ്ടാകാൻ തുടങ്ങി. ഈ ബഹളം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് പുറത്തു നിന്നും ഒരു കൂട്ടം തൊഴിലാളികൾ ഓഫീസിനകത്തേക്ക് അങ്ങ് ഇരച്ചു കയറുകയാണ്. എന്തൊരു പരിപാടിയാണ് ഈ കാണിക്കുന്നത്? പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുവാൻ വേണ്ടി മുതലാളിമാരാണ് വന്നിരിക്കുന്നത്. അവർ വരുന്ന സമയത്ത് ജോലിക്കാരൊക്കെ പുറത്തു നിൽക്കേണ്ടതാണ്. അവർക്ക് ഒരു കാരണവശാലും ഈ ഓഫീസിൽ വരുവാനോ ഓഫീസർമാരോട് സംസാരിക്കാനുള്ള റൈറ്റ് ഇല്ല.
ഓഫീസർ ന്യായമായിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ അന്യായമായിട്ട് സംസാരിക്കാം. അവിടെ എന്തും സംഭവിക്കാം. വേണമെങ്കിൽ ഓഫീസർമാർക്ക് കൈക്കൂലി കൊടുത്തിട്ട് ഈ സാധനത്തെ പാസ്സാക്കി വിടാം. ഇതൊക്കെ ഓണർമാരും ഓഫീസർമാരും തമ്മിലുള്ള പേഴ്സണൽ കളികളാണ്. പക്ഷേ അവിടെ രണ്ട് ഓഫീസർമാർ പരസ്പരം വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ ഗെയിം എന്താണെന്നറിയാത്ത തൊഴിലാളികൾ മുഴുവനും കൂടി ഇരച്ചങ്ങ് കയറുകയാണ്. കയറി ആ ടാസ്ക് മുഴുവൻ അങ്ങ് നശിപ്പിച്ചു. എടാ പോടാ വാടാ ഇറങ്ങിപ്പോടാ പോടി, അയ്യോ എന്റെ പൊന്നെ. പിന്നെ അവിടെ സംഭവിച്ചതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. സത്യത്തിൽ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഈ ടാസ്കുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? ഞാൻ പലപ്പോഴും ചോദിക്കാറുള്ളത്, മുൻ സീസണുകൾ ഇവർ കണ്ടിട്ടില്ലേ? അവിടെ ടാസ്കുകൾ നടക്കുമ്പോൾ ബഹളങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഓരോ ടാസ്കിനെയും മത്സരാർത്ഥികൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇതിനകത്തുള്ള ഒരൊറ്റ ഉൽപ്പന്നം പോലും മനസ്സിലാക്കാതെയാണോ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്? ഇവരുടെ മനസ്സിലെ ചിന്ത ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളം ഉണ്ടാക്കുക, അടിച്ച് തകർത്ത് നശിപ്പിച്ച് ഒടുവിൽ ബിഗ് ബോസിന്റെ വായിൽ നിന്ന് അവസാനം തെറിവിളിയും കൂടി കേൾക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കേൾപ്പിക്കുക. ഇതൊക്കെയാണ് ഒരു ടാസ്ക് എന്നാണ് ഇതുങ്ങളുടെയൊക്കെ വിചാരം. ഇനിയിപ്പോൾ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായി എടുത്തു പറയുകയാണെങ്കിൽ ചിരിച്ചു ഊപ്പാട് വരുന്ന പല സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഈ ബോട്ടിലുകൾ, ജ്യൂസ് നിറയ്ക്കാനുള്ള ബോട്ടിലുകൾ ആദ്യം ബിഗ് ബോസ് കൊണ്ടുവരുന്നുണ്ട്. ബസർ കേൾക്കുന്ന സമയത്ത് ബോട്ടിൽ എടുക്കണം. അയ്യോ, ഇതിനകത്ത് ജ്യൂസ് നിറയ്ക്കേണ്ട ബോട്ടിലാണ്, ഇത് ആൾക്കാരുടെ മുമ്പിൽ വിപണിയിൽ ഇറക്കേണ്ട ബോട്ടിലാണ്, ഇത് ചുളുക്കി പറിച്ച് നാശമാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെയാണ് ക്വാളിറ്റി ചെക്ക് പാസ്സാവുക? എല്ലാം കൂടി ഒരുമിച്ച് ഓടുന്നു. ഒടുവിൽ ഈ എല്ലും കഷ്ണത്തിന് വേണ്ടി പട്ടിക്കൂട്ടങ്ങളെല്ലാം കൂടി കിടന്ന് കടിപിടി കൂടുന്നത് പോലെ ഒരു ചാക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പറിച്ച് ഉഴപ്പി അതിനകത്തുനിന്ന് ബോട്ടിലുകളെല്ലാം അവരവർ കരസ്ഥമാക്കുകയാണ്. ഈ പലരുടെയും കയ്യിൽ ബോട്ടിൽ കിട്ടിയപ്പോൾ തന്നെ ചുളുങ്ങി പറഞ്ഞ് നാശമായി പോയി. അത് പുറത്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതിനകത്തുനിന്ന് കൊള്ളാവുന്ന ചിലത് മാത്രമാണ് അവസാനം അവർ എടുക്കുന്നത്. അതിനുശേഷം അവരത് കഴുകുന്നു, വൃത്തിയാക്കുന്നു, ഒടുവിൽ അനീഷിന്റെ കയ്യിലേക്ക് എത്തിക്കുന്നു. അനീഷാണ് അതിനകത്തേക്ക് ജ്യൂസ് എല്ലാം ഫില്ല് ചെയ്ത് കൊണ്ടു കൊടുക്കുന്നത്. അനീഷിനെ സമ്മതിക്കണം കേട്ടോ. അനീഷ് വളരെ ബ്രില്യന്റ് ഗെയിമറാണ്. ഭയങ്കര ക്ഷമയാണ്. ഭയങ്കര ക്ഷമയെന്ന് പറഞ്ഞാൽ അതീവ ക്ഷമയോടുകൂടി നിന്ന ഒരാളാണ്. അയാൾ വളരെയധികം ബുദ്ധിമുട്ടി ഈ ടാസ്കിനകത്ത്. അനീഷ് എല്ലാ ബോട്ടിലുകൾക്കകത്തും ഈ ജ്യൂസ് എല്ലാം ഫില്ല് ചെയ്ത് ഇതെല്ലാമായിട്ട് ക്വാളിറ്റി ചെക്കേഴ്സിന്റെ അടുക്കലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുന്നു. തുടക്കത്തിൽ തന്നെ അനീഷിന്റെ ബോട്ടിലുകളും ആ ബോട്ടിലെ ജ്യൂസും ഒക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവർ റിജക്ട് ചെയ്തു. എന്നാൽ അനീഷ് അവിടെ നിൽക്കുകയാണ്. വളരെ പേഷ്യന്റോടെ നിന്ന് അവിടെ ബാർഗെയിൻ ചെയ്യുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ മുൻപേ ചൂണ്ടിക്കാണിച്ചതുപോലെ അനീഷിന്റെ പ്രോഡക്റ്റുകൾ അത്ര പ്രോപ്പറായിട്ടല്ല പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം വന്നപ്പോൾ തന്നെ അനീഷിന്റെ തലയിൽ ക്യാപ്പ് ഉണ്ടാകണം. ഹൈജീന്റെ ഭാഗമാണത്. ക്യാപ്പില്ല. ഓക്കെ, ക്യാപ്പ് ഇല്ലാത്തതിന് കുറേ വഴക്ക് കേൾക്കുന്നുണ്ട്. അതെല്ലാം കേട്ടിട്ട് 100 സോറി പറഞ്ഞിട്ട് വീണ്ടും അംഗീകരിച്ചെടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. പിന്നീട് അനീഷിന്റെ പ്രോഡക്റ്റ് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. ആ ബോട്ടിലിന്റെ പ്രശ്നം പറയുന്നു, പ്രോഡക്റ്റിന്റെ പ്രശ്നം പറയുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോഴും അനീഷ് വളരെ പേഷ്യന്റോട് കൂടി അവരുടെ കാല് പിടിച്ച് ഏതെങ്കിലും ഒന്ന് അപ്രൂവൽ ആക്കിക്കുവാൻ വേണ്ടി പാടുപെടുകയാണ്. പക്ഷെ അനുമോൾ കട്ടായം പറയുന്നുണ്ട് ഇത് അപ്രൂവൽ ആക്കാൻ പറ്റില്ല എന്ന്. എന്താണ് കാരണം? ഇതിന് ക്വാളിറ്റി ഉണ്ടാകേണ്ടതാണ്. ഇത് മനുഷ്യൻ ഭക്ഷിക്കുന്ന സാധനമാണ്. ഒരു ഭക്ഷ്യവസ്തുവിനെ അങ്ങനെ കണ്ണടച്ചു വിടാൻ പറ്റില്ല. ഇത് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ മാർക്കറ്റിൽ ആൾക്കാർ പ്രശ്നമുണ്ടാക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പല ആൾക്കാർക്കും കാര്യമായിട്ടുള്ള ആരോഗ്യ പ്രശ്നമുണ്ടാക്കും. അതുകൊണ്ട് ഭക്ഷണമായതുകൊണ്ട് ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റി ചെക്ക് പാസ്സാകാത്ത ഒരു സാധനവും കയറ്റിവിടാൻ പറ്റില്ല എന്നുള്ള ആ ഉറച്ച തീരുമാനത്തിലാണ് അനുമോൾ നിൽക്കുന്നത്. എന്നാൽ ജിഷിൻ അങ്ങനെയല്ല. കുറച്ചൊക്കെ കണ്ണടച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ ജിഷിനെ എങ്ങനെയെങ്കിലും മണിയടിച്ച് ഈ സാധനം കയറ്റിവിടുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അനീഷ് നിൽക്കുന്നത്. ഇതിനിടയിലാണ് നെവിൻ തന്റെ പ്രോഡക്റ്റുമായി വരുന്നത്. നെവിന്റെ പ്രോഡക്റ്റും പ്രഥമ ദൃഷ്ടിയ അവർ റിജക്ട് ചെയ്യുകയാണ്. ഈ ടാസ്കിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ ചെക്ക് നടത്തുവാനിരിക്കുന്ന ഈ രണ്ട് ഓഫീസർമാരാണ്, ജിഷിനും അനുമോളും. ഇവര് തമ്മിൽ ഒരു ധാരണ ഇല്ലാതെ പോയതാണ് ഈ ടാസ്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം. മുന്നമേ തന്നെ അവരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തണമായിരുന്നു. എങ്ങനെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം, ഇതിന് ക്വാളിറ്റിക്ക് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം, കണ്ണടച്ചു വിടാൻ പാടുണ്ടോ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ അവർ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിരുന്നെങ്കിൽ കുഴപ്പമില്ലാതെ ഈ ടാസ്ക് മുൻപോട്ട് പോകുമായിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള ആ കെമിസ്ട്രി അത് ഒരു തരത്തിൽ യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനുമോള് ക്വാളിറ്റിയിൽ നിന്നും ഒരു തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ജിഷിൻ പറയുന്നത് ക്വാളിറ്റി ഇവിടെ അല്പം കുറഞ്ഞാലും സാരമില്ല, അവരുടെ കമ്പനി നിലനിൽക്കട്ടെ, അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലാളികൾ ആരുടെ കൂടെ നിൽക്കും, മുതലാളി ആരുടെ കൂടെ നിൽക്കും? എല്ലാ ആൾക്കാരും ജിഷിന്റെ കൂടെ മാത്രമേ നിൽക്കത്തുള്ളൂ. അനുമോൾക്കെതിരായിട്ട് മുഴുവൻ ആൾക്കാരും കൂടി പ്രക്ഷോഭം ആരംഭിച്ചു. അനുമോൾ പറഞ്ഞെന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളങ്ങ് നടത്തിക്കോ, ഞാനങ്ങ് പോയേക്കാം. ഇത് പറഞ്ഞിട്ട് അവർ ഓഫീസ് വിട്ടങ്ങ് പോവുകയാണ്. ഈ ക്വാളിറ്റി കൺട്രോളിംഗ് ഓഫീസേഴ്സ് രണ്ടുപേരും കൂടി ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ, വാഗ്വാദം ആരംഭിച്ചപ്പോഴേക്കും തൊഴിലാളികൾ മുഴുവനും കൂടി ഓഫീസിനകത്തേക്ക് അങ്ങ് കയറുകയാണ്. പിന്നെ അവിടെ സംഭവിച്ചത്, ഇത്ര വൃത്തികെട്ട അവസ്ഥയിൽ പെരുമാറാൻ കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാർ
എന്തൊക്കെ തോന്നിയാസങ്ങളാണ് കാണിച്ചത്. അവിടെ ക്വാളിറ്റി ചെക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ പുറകിൽ കൂടി കൈയിട്ട് എടുക്കുന്നു, എന്നിട്ട് അതുമായിട്ട് പിറകിലേക്ക് മാറിയിട്ട് അവിടെ ഒന്നുകൊണ്ട് പൊട്ടിച്ച് കുടിക്കുന്നു. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ഒരു ടാസ്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ ഈ സാധനങ്ങളെല്ലാം അധികം കിടക്കുകയാണ്, നിങ്ങൾക്ക് കുടിക്കാമല്ലോ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇത് ബിഗ് ബോസിനെയും പ്രേക്ഷകരെയും ആ ടാസ്കിന്റെ മനോഹാരിതയെയും മുഴുവനും അപമാനിച്ചുകൊണ്ട് ഓരോരുത്തർ കിട്ടുന്ന ഓരോ ബോട്ടിലുകൾ അപ്പുറവും ഇപ്പുറവും മാറി നിന്നുകൊണ്ട് കുടിക്കുകയാണ്. അനീഷിന്റെ എതിർ ടീമാണ് ഈ സംഗതികളൊക്കെ ചെയ്യുന്നത്. അനീഷ് കാര്യമായിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ക്വാളിറ്റി ചെക്കിന് വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച സാധനം ഇത് നിങ്ങളുടെ കൺമുമ്പിൽ നിന്നുമാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് നിങ്ങളാണ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റി ചെക്കർമാർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മുൻപിൽ വന്നിട്ട് ബലാത്കാരമായിട്ട് എടുത്തുകൊണ്ടങ്ങ് പോയതാണ് ഇവർ. അങ്ങനെ കൊണ്ടു നടന്ന് ഈ സാധനം കുടിക്കുന്നത് വലിയ ആഘോഷമാക്കുകയാണ്. ആരൊക്കെയാണ് താരങ്ങൾ? ആര്യൻ, ആദില, അക്ബർ, ഷാനവാസ് എന്നു വേണ്ട ഇവരെല്ലാം അങ്ങ് അഴിഞ്ഞാടുകയാണ്. പട്ടിഷോ. ആദിലയൊക്കെ എന്തൊരു വെറുപ്പിക്കലാണ് ഈ കിടന്ന് വെറുപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ ഓഫ് ചെയ്തിട്ട് എഴുന്നേറ്റ് അങ്ങ് പോകാൻ തോന്നുകയാണ്. അമ്മാതിരി പട്ടിഷോ കാണിച്ചു. ഒടുവിൽ ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ. നമ്മുടെ ക്വാളിറ്റി ചെക്കർ അനുമോള് പിണങ്ങി പോയിരിക്കുകയാണ്. അനുമോളുടെ ഡിസിഷനകത്തൊന്നും ഒരു കാരണവശാലും മാറില്ല. ഒരു ക്വാളിറ്റി കൺട്രോളർ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് അനുമോൾ കാണിച്ചു കൊടുക്കുന്നത്. ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം അത് ഒരിക്കലും വിപണിയിലെത്താൻ പാടില്ല, ജനത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്, അതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പറയുകയാണ്. പക്ഷെ വലിയ ബഹളത്തിനൊടുവിൽ ജിഷിൻ തന്റെ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുന്നു. ജിഷിൻ പറയുകയാണ് നെവിന്റെ ടീം ജയിച്ചതായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാരണം 5 ബോട്ടിലാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അനീഷിന്റെ ടീം 4 ബോട്ടിലേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോഴേക്കും അനീഷിന്റെ കുരു പൊട്ടി. ഏകദേശം 1 മണിക്കൂറോളം ജിഷിന്റെയും അനുമോളുടെയും കാല് പിടിച്ച് ഈ സാധനം ഒന്ന് പാസ്സാക്കിയെടുക്കുവാൻ പേഷ്യന്റോടെ നിന്നൊരു മനുഷ്യനാണ്. അയാൾ 4 ബോട്ടിലുമായിട്ടല്ല വന്നത്, 11 ബോട്ടിലായിരുന്നു. നെവിനും ടീമും 8 ബോട്ടിലേ കൊണ്ടുവന്നിട്ടുള്ളൂ. 11 ബോട്ടിലുമായിട്ട് വന്ന അനീഷിന്റെ 4 ബോട്ടിൽ മാത്രമേ ഇപ്പോഴവിടെ കാണാനുള്ളൂ. ബാക്കിയുള്ളത് എവിടെ പോയി? നെവിന്റെ ടീം അടിച്ചു മാറ്റി. അത് മുഴുവനും അവർ കൊണ്ടുപോയി കുടിച്ചു. ആ കുപ്പി മുഴുവനും ആ ഗ്രൗണ്ടിൽ അവർ എറിഞ്ഞിട്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ 8 ബോട്ടിലിനകത്തുനിന്ന് 3 എണ്ണം അനീഷിന്റെ ടീമിലുണ്ടായിരുന്ന ഡോക്ടർ ബിന്നി ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അവരും കുടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ജിഷിൻ തീരുമാനം പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അനീഷിന് 4 ബോട്ടിൽ മാത്രമേ ഉള്ളൂ. അനീഷ് പറഞ്ഞു, ഞാൻ 11 ബോട്ടിലാണ് നിങ്ങളുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തത്. ഈ 11 ബോട്ടിലിനകത്തുനിന്ന് ഇപ്പോൾ 4 എണ്ണം മാത്രമേ ഉള്ളൂ. 7 ബോട്ടിൽ ബാക്കി എവിടെ പോയി? ഇത് നിങ്ങളുടെ കുറ്റമാണ്. നിങ്ങളുടെ അനാസ്ഥ കൊണ്ടാണ് ഈ സാധനം നഷ്ടപ്പെട്ടത്. ആ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയത് ആരാണ്? അത് നെവിന്റെ ടീമാണ്. ഒടുവിൽ വിധി പറയുമ്പോൾ നെവിന് 5 എണ്ണവും എനിക്ക് 4 എണ്ണവും. സമ്മതിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന കുപ്പികളുടെ എണ്ണം വെച്ചിട്ടല്ല വിധി പറയേണ്ടത്. ആദ്യം നിങ്ങളുടെ മുൻപിൽ ഞാനാണ് ഏറ്റവും അധികം സാധനം സബ്മിറ്റ് ചെയ്തത്, അത് വെച്ചിട്ട് വിധി പറയണം. ജിഷിൻ അതിന് സമ്മതിക്കുന്നില്ല. പിന്നെ നമ്മൾ അവിടെ കണ്ടത് അനീഷിന്റെ സംഹാര താണ്ഡവമാണ്. അത്രയും സമയം ക്ഷമയോടവിടെ നിന്ന അനീഷ് മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഈ ഭൂമിയോളം ക്ഷമിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക വരെയോളം അവരെത്തും. പക്ഷേ സംഗതി കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റില്ല. പണ്ടൊരു സിനിമയിൽ ലാലേട്ടന്റെ ഡയലോഗ് പോലെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ അനീഷ് അങ്ങ് തകർത്തു വാരുകയാണ്. ഈ മേശപ്പുറത്ത് കൊണ്ടുവച്ചിരുന്ന ബോട്ടിലുകളെല്ലാം വാരി താഴെ അടിച്ച് അത് അടുക്കി വെച്ചിരുന്ന ട്രേയും വാരി താഴെ തല്ലി. അങ്ങനെ എന്തെല്ലാം പരിപാടികളാണ്. അനീഷ് അങ്ങ് കസറി കേട്ടോ. ടാസ്ക് നശിപ്പിച്ചു. അത് അനീഷ് അല്ല നശിപ്പിച്ചത്, ടാസ്ക് അതിന് മുൻപ് തന്നെ നശിപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ അനീഷ് അവിടെ സൂപ്പർ ഹീറോ ആയിട്ട് മാറുകയായിരുന്നു. മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങളാണ് ഇന്ന് അനീഷിൽ കൂടി അവിടെ വെളിപ്പെട്ടു വന്നത്. അനീഷ് സൂപ്പർ ഹീറോ ആയിട്ട് മാറി. കാരണം അത്രമാത്രം അയാൾ അതിന്റെ പിൻപിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത്രമാത്രം അയാൾ ക്ഷമിച്ചിട്ടുണ്ട്. ഒടുവിൽ അയാളെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ട് അവിടെ അൺഫെയർ ആയിട്ടുള്ള ഗെയിം കളിച്ച, അൺഫെയർ ഗെയിം എന്നൊന്നും അല്ലടേ ഇതിന് പറയേണ്ടത്, വെറും നെറികേട് കാണിച്ച് അവിടെ അഴിഞ്ഞാടിയ അക്ബറിന്റെയും നെവിന്റെയും ഒക്കെ ടീമിന് ഫസ്റ്റ് കൊടുക്കുന്നു. ഇത് ആർക്കാ സഹിക്കാൻ പറ്റുക? വാരി അലക്കി കളഞ്ഞു, മുഴുവൻ അടിച്ച് തകർത്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വന്നാൽ അതിനും റെഡിയാണ് എന്നുള്ള രീതിയിൽ അനീഷ് സംഹാര താണ്ഡവം ആടിക്കളഞ്ഞു. അങ്ങനെ ടാസ്ക് കുളമായി. അവിടെ അടുത്ത പ്രശ്നം പൊട്ടുകയാണ്. അനീഷിനെതിരെ ആർക്കും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അനുമോൾക്കെതിരെ എല്ലാവരും കൂടി അങ്ങോട്ട് ആക്രമണം അഴിച്ചു വിടുകയാണ്. അനുമോളെ സപ്പോർട്ട് ചെയ്യുവാൻ ആകെ 2 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്ന് അഭിലാഷ്, 2 ഒനില്. അനുമോൾ ആദ്യം തന്നെ പ്രോഡക്റ്റുകൾ പരിശോധിച്ചിട്ട് തന്റെ നിലപാട് പ്രഖ്യാപിച്ചപ്പോഴേ അഭിലാഷും ഒനിലും കൂടി പറഞ്ഞു, ഒരു ക്വാളിറ്റി ചെക്കറാണ് അവര്, അവർക്ക് എന്ത് തീരുമാനവും പറയാനുള്ള അധികാരമുണ്ട്. അതിനകത്ത് നമ്മൾക്ക് ഒരിക്കലും കൈകടത്താൻ പറ്റില്ല. അവരത് റിജക്ട് ചെയ്താൽ റിജക്റ്റഡ് ആണ്, അതിനകത്ത് എന്ത് പറയാനാണ്? ഇതാണ് അവരുടെ നിലപാട്. എന്നിട്ട് അവർ വന്ന് അനുമോളോട് പറഞ്ഞു, നിന്റെ സ്റ്റാൻഡ് അതാണെന്നുണ്ടെങ്കിൽ അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് നീ ഉറച്ചു നിൽക്കുക, നീ വേറെ ആരുടെയും വാക്ക് കേൾക്കാൻ പോകണ്ട.
ഇത് അനുമോളോട് അഭിലാഷും ഒനിലും സംസാരിക്കുന്നത് അക്ബർ ആൻഡ് ടീം കേട്ടു. അതുകൊണ്ട് തന്നെ അക്ബറും പാർട്ടികളും അനുമോൾക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിടുവാൻ തുടങ്ങി. എന്താണ് അനുമോൾക്കെതിരെ പറയുന്നത്? ഒനിലിന്റെയും അഭിലാഷിന്റെയും വാക്ക് കേട്ടുകൊണ്ട് അനുമോള് ഈ ഗെയിം തകർത്ത് കളഞ്ഞു. പിന്നീട് അത് പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ അടിയായി, വലിയ ബഹളം നടക്കുന്നു. ലിവിംഗ് റൂമിലേക്ക് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ചു കയറ്റിയിട്ട് ഫൈനൽ റിസൾട്ട് എന്തായി എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അനുമോള് തന്റെ സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് ബിഗ് ബോസിനോട് പറയുന്നു. നെവിൻ പറയുന്നു, ഇല്ല ബിഗ് ബോസ്, 4 എണ്ണം അനീഷിന് പാസ്സായി, 5 എണ്ണം നെവിനും പാസ്സായി. എങ്കിലും 2 പേർക്കും 4 വീതം പാസ്സാക്കിക്കൊണ്ട് 2 പേർക്കും 50-50 പോയിന്റ് കൊടുക്കാനാണ് എന്റെ തീരുമാനം. അപ്പോൾ ബിഗ് ബോസിന്റെ അടുത്ത അനൗൺസ്മെന്റ്, എന്നിട്ട് ആ പാസ്സാക്കപ്പെട്ട ബോട്ടിലുകൾ എവിടെ? ബോട്ടിലില്ല, ബോട്ടിലെല്ലാം എറിഞ്ഞു പൊട്ടിച്ച് ആ ഗ്രൗണ്ടിൽ വെള്ളം ഒഴുക്കി കിടപ്പുണ്ട്. ഉടനെ ആദില പറയുക, ഒരു ബോട്ടിലുണ്ട്, അതെ, പിന്നെ കുടിക്കാൻ വേണ്ടി നാരങ്ങാ വെള്ളത്തിന്റെ ഒരു കുപ്പി എടുത്ത് വാതിക്കൽ കൊടയെല്ലാം കൂടെ കൂട്ടി വെച്ചിരിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് കയറ്റി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ആദില ഓടുകയാണ് അത് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി. ബിഗ് ബോസ് ആദിലയെ വഴക്ക് പറയുന്നു. തുടർന്ന് വെറും കൈയോടുകൂടി അവർ തിരികെ വരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ്, ഈ ടാസ്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ശരിക്കും ഇത്രയും വലിയ കോലാഹലത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഒറ്റ ടാസ്ക് കൊണ്ട് അവസാനിക്കുന്നതല്ല, ഇതൊരു വീക്ക്ലി ടാസ്ക് ആണ്. ഇനിയും ഇതുപോലുള്ള പല പരിപാടികളും ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് ക്വാളിറ്റി ചക്രന്മാർ തമ്മിൽ ആലോചിച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്ത് വിട്ടിരുന്നെങ്കിൽ അടുത്തത് കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ നല്ല ക്വാളിറ്റിയോടുകൂടി കൊണ്ടുവരുമായിരുന്നു. ആ സമയത്ത് അവർക്ക് ഇതിന്റെ പോയിന്റ് കൂടി ചേർത്ത് കൊടുത്ത് ഈ ടാസ്കിനെ നല്ല രീതിയിൽ തീർക്കാമായിരുന്നു. അവസാനം അനുമോൾ എന്ത് തീരുമാനമാണോ പ്രഖ്യാപിച്ചത് ആ തീരുമാനത്തെ തന്നെയാണ് ബിഗ് ബോസും അംഗീകരിച്ചത്. ടാസ്ക് ക്യാൻസൽ ചെയ്തിരിക്കുന്നു, ആർക്കും പോയിന്റുകളൊന്നും ഇല്ല എന്ന് ബിഗ് ബോസ് പറഞ്ഞതുകൊണ്ട് അനുമോൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ആക്രമണം അഴിച്ചുവിടുവാൻ പറ്റുന്നില്ല. എങ്കിലും ബഹളം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അനുമോൾ മാത്രമല്ല പ്രതിപട്ടികയിൽ വന്നിരിക്കുന്നത് ഒനിലും അഭിലാഷുമുണ്ട്. അഭിലാഷിന്റെയും ഒനിലിന്റെയും ഉപദേശം സ്വീകരിച്ചതുകൊണ്ടാണ് അനുമോൾ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ അക്ബറും കൂടെയുള്ള ആൾക്കാരും വലിയ പ്രചരണം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ തുടർന്ന് എന്തൊക്കെയാകും എന്നുള്ളത് കണ്ടറിയാം. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.